കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലെറ്റസ് എസ് ഉണ്ടല്ലോ, ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കാര്യത്തിനെ പറ്റി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ആ ലെറ്റസ് എസ് അടുത്ത അവസാനത്തെ 5 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, 4.32a. ആ 4.32 ഫിഗർ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്താ? ഒരു കണ്ടക്ടർ ഉണ്ട് അല്ലേ, കണ്ടക്ടർ. അപ്പം ഇതാണ് ആ കണ്ടക്ടർ, ഈ ബ്രൗൺ കളറുള്ളതാണ് കണ്ടക്ടർ. ആ കണ്ടക്ടറിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സെല്ലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ സെല്ലിൻ്റെ താഴത്തായിട്ട് സെല്ലും അതേപോലെ ഈ കണ്ടക്ടറും ഈ അറേഞ്ച്മെൻറ്റ് തൊട്ട് താഴെയായിട്ട് ഒരു മാഗ്നറ്റിക് നീഡിലും വെച്ചിട്ടുണ്ട്. അപ്പം ഈ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചേഞ്ച് ആയിരിക്കും കാണുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണല്ലേ. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ നമ്മളൊരു മാഗ്നറ്റിക് നീഡിലിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. കാരണം എന്താ വെച്ചാൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവും. അപ്പോൾ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് അടുത്തടുത്ത് വരുമ്പം അതിൻ്റെ ഇൻട്രാക്ഷൻ നടക്കും. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അവിടെ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യും അല്ലേ. ആ ഫോഴ്സ് കാരണമാണ് എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് നീഡിൽ അവിടെ നിന്ന് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മനസ്സിലാക്കിയ കാര്യം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കോസസ് ദ മാഗ്നറ്റിക് നീഡിൽ ടു ഡിഫ്ലക്റ്റ്? എന്തുകൊണ്ടാണ് ആ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് അവിടെ ചോദ്യം. അപ്പോൾ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാൻ കാരണം എന്താ? ആ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് അറൗണ്ട് ദ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ദ മാഗ്നറ്റിക് നീഡിൽ. അതാണ് അതിൻ്റെ റീസൺ അല്ലേ. എന്താ റീസൺ വരുന്നത്? ദ മാഗ്നറ്റിക് ഫീൽഡ് around the current carrying conductor. മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് ആ മാഗ്നറ്റിക് നീഡിലിന് മുകളിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടൊക്കെ പഠിച്ചിരുന്നല്ലേ. ആ ഫോഴ്സാണ് ആ ഡിഫ്ലക്ഷന് കാരണം. അറൗണ്ട് ദ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ exert a force on the magnetic needle. Exerts a force on the magnetic needle. അതാണ് നമുക്കവിടെ നീഡിൽ ഡിഫ്ലക്ഷൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. ആ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും? മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ വെച്ചാൽ, എന്തെങ്കിലും 2 വഴി നമ്മളെടുത്ത് പറയണം ഡയറക്ഷൻ ഓഫ് ദിസ് ഡിഫ്ലക്ഷൻ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഒരു വഴി എന്താ വെച്ചാൽ, നമ്മളുടെ ഈ ബാറ്ററി ഉണ്ടല്ലോ, ബാറ്ററി തിരിച്ചു കുത്തുക. അതായത് ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവാക്കി മാറ്റാം, പോളാരിറ്റി മാറ്റാമെന്ന് പറയും. അപ്പം കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ റിവേഴ്സ് ആവും. അപ്പം മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ഡയറക്ഷനും റിവേഴ്സ്ഡ് ആവും. ഓക്കെ, അപ്പം അത് ഒരു വഴി. 2 ways പറഞ്ഞിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തെ വഴി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടല്ലോ, ആ കണ്ടക്ടറിനെ പിടിച്ച് നമ്മൾ കോമ്പസ് നീഡിലെ താഴോട്ടാക്കാം. ഇപ്പോൾ ഇവിടെ കോമ്പസിൻ്റെ മുകളിലാണല്ലോ ഈ കണ്ടക്ടർ ഉള്ളത്. ആ കണ്ടക്ടർ ഈ അറേഞ്ച്മെൻറ്റ് മൊത്തം എന്ത് ചെയ്യുക? താഴോട്ടേക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിഫ്ലക്ഷൻ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ആക്കാം, നമ്മളുടെ കണ്ടക്ടറിനെ പിടിച്ച് ഇങ്ങോട്ട് താഴോട്ടേക്കാക്കാം. അങ്ങനെ താഴോട്ടാക്കി കഴിഞ്ഞാൽ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ റിവേഴ്സ്ഡ് ആവും. അപ്പോൾ ഇതാണ് 2 ways. അപ്പോൾ ഫസ്റ്റ് വേ എന്താ? ഫസ്റ്റ് വേ, ചേഞ്ച് ദ പൊളാരിറ്റി എന്ന് പറയും. പൊളാരിറ്റി എന്നാൽ പ്ലസ്സും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ചേഞ്ച് ദ പൊളാരിറ്റി ഓഫ് ദ സെൽ. പിന്നെ വരച്ച് കാണിച്ച പോലെ പ്ലസ്സും മൈനസും ആദ്യമുള്ളതിൽ നിന്ന് മാറ്റാം. ചേഞ്ച് ദ പൊളാരിറ്റി ഓഫ് ദ സെൽ. രണ്ടാമത്തെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താ? പ്ലേസ് ദ കണ്ടക്ടർ ബിലോ ദ നീഡിൽ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൊളാരിറ്റി, അതായത് നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷൻ മാറും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇവിടെ നിങ്ങൾക്ക് കാണാം 4.34a 4.34b. ഇവിടെ നിങ്ങൾ ഈ സെല്ലിൻ്റെ ഡയറക്ഷൻ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ പ്ലസ് ആണ് വരുന്നത് അല്ലേ, ഇത് പ്ലസ് ഇത് മൈനസ് ആണ്.
അതേപോലെ ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സാണ് വരുന്നത്. കണ്ടോ, വ്യത്യാസമുണ്ട്. ഇവിടെ സെല്ലിൻ്റെ പൊളാരിറ്റി അല്ലെങ്കിൽ പ്ലസ്സും മൈനസ് പോൾസ് വ്യത്യാസമുണ്ട്. പ്ലസ്സും മൈനസും വരുന്ന ഭാഗങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ്ഡ് ആയിരിക്കും എന്നുള്ളത്. ഇവിടെ നമ്മൾ ചോദിച്ചത് എന്താ, ഈ രണ്ട് കേസിലും നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ ആയിരിക്കും ഉണ്ടാവുക. സ്വിച്ച് ടേൺ ഓൺ ചെയ്താൽ ക്ലോക്ക് വൈസ് ആയിരിക്കുമോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും നമ്മളിത് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫിഗർ നോക്കാം. 4.34a അവിടെ പ്ലസ് സൈനാണ് വരുന്നത് അല്ലേ. പ്ലസ് ആദ്യം പിന്നെ മൈനസ്, നോർമൽ നമ്മൾ കണക്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിട്ട് എങ്ങോട്ടേക്കായിരിക്കും ഈ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുക അല്ലേ ഫസ്റ്റ് കേസിൽ. അപ്പം നമ്മളുടെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും എവിടെയായിരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പം ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. ഫോഴ്സ് നമ്മളുടെ തമ്പാണ് അല്ലേ, അതാണ് നമ്മൾ ഫാദർ എന്ന് പറയും. പിന്നെ അടുത്ത് വരുന്ന ഏതാ, നമ്മളുടെ ചൂണ്ടുവിരൽ, അത് മദർ. മദർ എന്താ അവിടെ, മാഗ്നറ്റിക് ഫീൽഡാണ്, മാഗ്നറ്റിക് ഫീൽഡ്. ഈ തമ്പിൻ്റെ ഡയറക്ഷൻ എന്താ, ഫോഴ്സാണ്. ഫോഴ്സ് ഫാദർ, മദർ മാഗ്നറ്റിക് ഫീൽഡ്, മറ്റേത് സൺ എന്ന് പറയും. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്താ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ നമ്മളുടെ മിഡിൽ ഫിംഗർ അതെന്താ കാണിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പം ഇത് ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരില്ല. ഫാദർ, മദർ ആൻഡ് സൺ. ഫാദർ ആരാണ്, തമ്പാണ്, ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ്. മദർ ആരാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. സൺ ആരാ, നമ്മളുടെ മിഡിൽ ഫിംഗർ, അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ ഇതിൻ്റെ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുന്ന എവിടെ നിന്ന് എങ്ങോട്ടാണ്, പ്ലസ് മൈനസ് ആണ് വരിക അല്ലേ. അപ്പോൾ നമ്മളുടെ ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് വെച്ച് അവിടെ നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്, മിഡിൽ ഫിംഗർ ഡയറക്ഷനൊക്കെ അല്ലേ അല്ലേ. കറണ്ടിൻ്റെ ഡയറക്ഷൻ മിഡിൽ ഫിംഗർ ഡയറക്ഷനാണ് വരുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനോ അതിൻ്റെ 90 ഡിഗ്രിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം ഇത് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം നിങ്ങൾ തന്നെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം, ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും, അപ്പോൾ നീഡിൽ എങ്ങോട്ടേക്കായിരിക്കും തിരിയുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എളുപ്പം നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം നോർത്ത് പോളിൽ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ, ഇപ്പം നോർത്ത് പോൾ എവിടെയാണ് കാണുന്നത്, ഈ ഫസ്റ്റ് ഫിഗറിൽ നോർത്ത് പോൾ ഇവിടെയാണ് അല്ലേ. നോർത്ത് പോൾ ഇവിടെയാണ് ഉള്ളത്, ഇതാണ് നോർത്ത് പോൾ. അപ്പം ആ നോർത്ത് പോൾ എങ്ങോട്ടായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്കായിരിക്കും തിരിയുന്നത് അല്ലേ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേ തിരിയുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഫിംഗർ വെച്ച് നോക്കുക. ഫിംഗർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ എന്നുള്ളത്. ഓക്കെ, ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനെ വരുമ്പോൾ നോർത്ത് എങ്ങോട്ടായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഇനി ബിയിൽ നേരെ തിരിച്ചാണ് ഡയറക്ഷൻ വരുന്നത് അല്ലേ. ഇപ്പം നോർത്ത് പോൾ ഇവിടെയാണുള്ളത്, നോർത്ത് പോൾ രണ്ടിനും സെയിം അറ്റത്ത് തന്നെയാണുള്ളത്. ഇവിടെ നോർത്ത് പോൾ ആണെങ്കിൽ പൊളാരിറ്റി മാറിക്കഴിഞ്ഞാൽ ഇതെങ്ങോട്ടേക്കായിരിക്കും, സൗത്ത് ഇങ്ങോട്ടേക്കായിരിക്കും അല്ലേ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യാം. ഇത് മനസ്സിലാക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നോക്കുക തിരിയുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ജസ്റ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ കറക്റ്റായിട്ടുള്ള വഴി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് ജസ്റ്റിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, നമുക്കറിയാം ഒരു കണ്ടക്ടർ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം അവിടെ വേറൊരു മാഗ്നറ്റിക് സാധനം ഉണ്ടെങ്കിൽ ആ മാഗ്നറ്റിക് സാധനത്തിന് മുകളിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുള്ള സാധനത്തിന് മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ടഡ് ആവും എന്നുള്ളത്. അപ്പം ഓൾറെഡി മാഗ്നറ്റിക് നീഡിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഇൻട്രാക്ഷൻ നടന്നിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്തുണ്ടാവും, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നത്, അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. ജസ്റ്റിഫൈ ചെയ്താൽ നിങ്ങൾ അതാണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കൂടെ കറണ്ട് അങ്ങോട്ട് പാസ് ചെയ്യുമ്പം അതിൻ്റെ ചുറ്റും എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. മാഗ്നറ്റിക് നീഡിൽ മാഗ്നറ്റിക് ഒരു പ്രോപ്പർട്ടിയുള്ള സബ്സ്റ്റൻസ് തന്നെയാണ്, ഒരു തിങ്ങാണ്. അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഒരുമിച്ച് വരുമ്പം ആ നീഡിലിൻ്റെ മുകളിലൊരു ഫോഴ്സ്
എക്സ്പീരിയൻസ് ചെയ്യും. ആ എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എഴുതിയ അതേ സംഭവം തന്നെ നിങ്ങൾ വീണ്ടും എഴുതുന്നത്. ഓക്കെ, ഞാൻ വീഡിയോ കുറേ വലുപ്പമാക്കുന്നില്ല, നിങ്ങൾ ആ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇവിടെ എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 8 പോവാം. അപ്പോൾ ഇതിൽ കാണിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ എ ബി എന്ന് പറയുന്നൊരു കോപ്പർ വയറുണ്ട്, എ ബി അല്ലേ. ഇവിടെ ഈ എ ബി എന്ന് പറയുന്ന കോപ്പർ വയർ ഇതാണ് കോപ്പർ വയർ. അപ്പോൾ ആ എ ബി എന്ന് പറയുന്ന കോപ്പർ വയറിനെ അതിൻ്റെ താഴത്തെ ഉണ്ട്, ഇതാണ് ആക്രിലിക് ഷീറ്റ് എന്ന് പറയുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റാണിത്, ആക്രിലിക് ഷീറ്റ്. അപ്പോൾ ആ ആക്രിലിക് ഷീറ്റിനെ എങ്ങനെ വെച്ചിരിക്കുന്നത് വെച്ചാൽ ദേ ആർ പാരലൽ. അതിൻ്റെ താഴെ 2 കോപ്പർ വയറുണ്ട്. ഇപ്പോൾ ഈ കോപ്പർ വയർ ഉണ്ടല്ലോ, 2 കോപ്പർ വയർ ആർ പ്ലേസ്ഡ് എബവ് ദ ഷീറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ആർ പാരലൽ. ഈ ഷീറ്റിൻ്റെ മുകളിലായിട്ട് 2 കോപ്പർ വയർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കോപ്പർ വയർ, ഇത് രണ്ടാമത്തെ കോപ്പർ, ഷീറ്റിൻ്റെ മുകളിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒരു ബാറ്ററിയും സ്വിച്ചും ഈസ് പ്ലേസ്ഡ്, എ ബി ഈസ് പ്ലേസ്ഡ് എബവ് ദം. താഴെ എന്തുണ്ട്, ഒരു മാഗ്നറ്റ് ഉണ്ട്. ആക്രിലിക് ഷീറ്റ് കീപ് എബവ് ദ സൗത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോളിൻ്റെ മുകളിലാണ് ഷീറ്റ് വെച്ചിട്ടുള്ളത്. ആ ഷീറ്റിൻ്റെ മുകളിൽ 2 കോപ്പർ എന്ത് വെച്ചിട്ടുണ്ട്, കോപ്പർ വയേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് എ ബി എന്ന് പറയുന്ന വേറൊരു കോപ്പർ വയറും ഉണ്ട്. ഇതാണ് അറേഞ്ച്മെൻറ്റ്. എന്നിട്ട് ഇതിനെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അറേഞ്ച്മെൻറ്റ് മനസ്സിലായോ? ഒരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ ഇവിടെ, അതിന് മുകളിൽ ഒരു ആക്രിലിക് ഷീറ്റിൻ്റെ മുകളിൽ 2 കോപ്പർ വയേഴ്സ് വെച്ചിട്ടുണ്ട്. ആ കോപ്പർ വയർ രണ്ടും പാരലാണ്. പിന്നെ എ ബി എന്ന് പറയുന്ന വേറൊരു കോപ്പർ വയർ ഈ 2 കോപ്പർ വയർസിന് മുകളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുമ്പം ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക, ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ കോപ്പർ വയർ റോൾ വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ, ടുവേർഡ്സ് ക്യൂ ആയിരിക്കുമോ ടുവേർഡ്സ് പി ആയിരിക്കുമോ എന്നാണ് അവിടെ ചോദ്യം. അപ്പം ഇവിടെ നമ്മളുടെ സൗത്ത് പോളാണ് വരുന്നത് അല്ലേ, സൗത്ത് പോൾ. അപ്പോൾ സൗത്ത് പോളിൽ നമ്മളുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കാം. സൗത്താണ് ഇവിടെ വരുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വെച്ച് നോക്കിക്കഴിയുമ്പം ആ കോപ്പർ റോളിൻ്റെ മുകളിൽ എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇത് എങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുക, എങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യേണ്ടത് അല്ലേ. നോർത്ത് ടു സൗത്താണ് കറണ്ട് ശരിക്കും ഫ്ലോ ചെയ്യുന്നത് അല്ലേ. സൗത്തിൻ്റെ എൻഡിലാണ് ആരുള്ളത്, നമ്മളുടെ ഈ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കോപ്പർ റോൾ എങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുക, കോപ്പർ റോള് മൂവ് ചെയ്യുന്ന എങ്ങോട്ടേക്കായിരിക്കും, ടുവേർഡ്സ് പി ആയിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ റോൾ ടുവേർഡ്സ് പി. പീൻ്റെ ഭാഗത്തായിരിക്കും ഇത് റോൾ ചെയ്യുക. കാരണം ഇതിൽ സൗത്തിൻ്റെ എൻഡിലാണുള്ളത്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന എവിടെ നിന്ന് എങ്ങോട്ടാണ്, നമ്മൾ ഓൾറെഡി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് വീണ്ടും നിങ്ങളിത് ചെയ്തു നോക്കുക. സെയിം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഈ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഇതിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് നിങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇത് പീൻ്റെ ഡയറക്ഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ കറൻറ്റ് ഈസ് റിവേഴ്സ്ഡ്. ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടു ഇത് മൂവ് ചെയ്യുന്ന ഭാഗവും മാറും. ഇപ്പം ടുവേർഡ്സ് പി ആണ് മൂവ് ചെയ്തിരുന്നെങ്കിൽ ഇത് സെക്കൻഡ് കേസിൽ എവിടെ ആയിരിക്കും, ടുവേർഡ്സ് ക്യൂ ആയിരിക്കും. അതാണ് വ്യത്യാസം വരുന്നത്, ടുവേർഡ്സ് ക്യൂ ആയിരിക്കും. ഓക്കെ, ടുവേർഡ്സ് ക്യൂ ആയിരിക്കും മൂവ് ചെയ്യുക. യെസ്, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. ഇവിടെ 4.36 ഡിവൈസിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഈ ഡിവൈസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. എന്താണിത്, ഇത് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറാണ്. ഓക്കെ, ഇത് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറാണ് സാധനം. മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. വാട്ട് ഈസ് ഇറ്റ്സ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ നമ്മൾ പഠിച്ചത്, മോട്ടോർ പ്രിൻസിപ്പിൾ എന്നറിയും അല്ലേ. മോട്ടോറിൻ്റെ എന്താണോ പ്രിൻസിപ്പിൾ അതേ പ്രിൻസിപ്പിളിലാണ് ഈ മൂവിങ് കോയിൽ മൈക്രോഫോണും വർക്ക് ചെയ്യുന്നത്, മൂവിങ് കോയിൽ സ്പീക്കർ ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ അത് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലാണ്, മോട്ടോർ പ്രിൻസിപ്പിളിലാണ്. സി എന്താ, വാട്ട് ഈസ് ദ എനർജി കൺവേർഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് ഡിവൈസ്. അപ്പം സ്പീക്കറിലേക്ക് ആംപ്ലിഫയർ എന്ന് വരുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിരിക്കും. അപ്പോൾ സ്പീക്കറിൽ എത്തിക്കഴിയുമ്പം ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്തായി മാറും, തിരിച്ച് സൗണ്ട് വേവ്സ് ആയിട്ട് മാറും. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ടു എന്തായി മാറും, ടു സൗണ്ട് എനർജി. ഇപ്പോൾ ഇലക്ട്രിക്കൽ എനർജി സിഗ്നൽസിന് പകരം നമ്മളൊരു എനർജി കൊടുത്താലും ശരിയാണ്.
ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു സൗണ്ട് എനർജി. നമ്മുടെ എനർജി കൺവേർഷനാണ് ചോദിച്ചത്. ഓക്കെ, ഇനി നെയിം ദ ലേബിൾഡ് പാർട്സ്. നമുക്കിവിടെ കുറച്ച് പാർട്സ് ഒക്കെ തന്നിട്ടുണ്ട്, എ, ബി, സി, ഡി ആൻഡ് ഇ അല്ലേ, ഓരോ പാർട്സ് തന്നിട്ടുണ്ട്. അപ്പം അതിൽ എ എന്ന് പറയുന്ന പാർട്ട് എന്താണ്? എ എന്ന് പറയുന്ന പാർട്ട് എന്താണ് വരുന്നത്? എന്താ? അതാണ് നമ്മളുടെ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ സാധനം. മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ ഭാഗം, അത് നമ്മൾ വോയിസ് കോയിൽ എന്ന് പറയും. വോയിസ് കോയിൽ. ആ വോയിസ് കോയിലാണ് ഈ ഇലക്ട്രിക്കൽ എനർജി ഈ സ്പീക്കറിൻ്റെ അകത്തേക്ക് വരുമ്പം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ. വോയിസ് കോയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എ എന്ന് പറയുന്ന ഇതെന്താണ്? ഇതാണ് നമ്മളുടെ വോയിസ് കോയിൽ. ഇനി ബി. ബി എന്താ? അത് പേപ്പറിൻ്റെ ഡയഫ്രമാണ്. ഈ വോയിസ് കോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങുമ്പം ഈ പേപ്പർ കോയിൽ എന്ത് ചെയ്യും? പേപ്പർ കോയിൽ കിടന്നിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിനെ പേപ്പർ ഡയഫ്രം എന്നാണ് പറയുക. പേപ്പർ ഡയഫ്രം. പേപ്പർ ഡയഫ്രം. അപ്പം മൂവിങ് കോയിൽ ഇതിൻ്റെ അകത്ത് ഈ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പം ഈ പേപ്പർ ഡയഫ്രം എന്ത് ചെയ്യും? അതിന് കൂടെ കൂടുതൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി സി എന്ന് പറയുന്ന പാർട്ട്. സി അതെന്താ? അതാണ് മാഗ്നറ്റ് അല്ലേ. ഇവിടെ കാണുന്ന ഈ രണ്ടാണ് എന്ത്? മാഗ്നറ്റ്. ഇതൊരു മാഗ്നറ്റ്, ഇതൊരു മാഗ്നറ്റാണ്. അത് നമ്മൾ ഫീൽഡ് മാഗ്നറ്റ് എന്നാണ് പറയുക. ഫീൽഡ് മാഗ്നറ്റ്. ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. പിന്നെ ഡി എന്ന് പറയുന്ന പാർട്ട്. ആ ഡി എന്താ ശരിക്കും? ഇതിനകത്തുനിന്ന് വരുന്ന കണക്റ്റിംഗ് വയേഴ്സാണിത്. ഡി ആർ ദ കണക്റ്റിംഗ് വയേഴ്സ്. ആ വയേഴ്സ് കൂടെയാണ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് നമ്മളുടെ സ്പീക്കറിനകത്തേക്ക് വരുന്നത്. പിന്നെ ഇ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് ഇവിടെ, ഇ. ആ ഇ എന്താ വെച്ചാൽ അത് നമ്മൾ സോഫ്റ്റ് അയൺ ഷീൽഡിംഗ് എന്ന് പറയും. ഇ ഇസ് ദ സോഫ്റ്റ് അയൺ ഷീൽഡിംഗ്. അതിനെ സോഫ്റ്റ് അയൺ ഷീൽഡിംഗ് എന്നാണ് പറയുക. അപ്പോൾ ഇത്രയാണ് എന്ത്? നമ്മളുടെ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ എന്താ? A wooden block contains mercury between the north and south poles. A freely rotating toothed wheel is in contact with the mercury when an electric current is passed through the wheel. A. In which direction is the wheel rotating? അപ്പം ഇവിടെ പ്ലസ് ഇത് കൂടെയാണ് കറണ്ട് വരുന്നത്. മെർക്യൂറിയിലേക്ക് കറണ്ട് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും? ഇവിടെ ഒരു മാഗ്നറ്റും ഉണ്ട്. വീൽ എങ്ങോട്ട് എത്തി? ഇത് വീലാണ് അല്ലേ, ഇതാണ് ആ വീല്. അപ്പോൾ ഈ വീല് എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചത്. ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പം വീണ്ടും നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ഇതുകൂടെ ഫ്ലോ ചെയ്യുമ്പം ഇവിടെയാണ് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പം ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് അല്ലേ. അപ്പോൾ ഇതുകൂടെ പ്ലസ് മൈനസ് സൈനൊക്കെ നിങ്ങളോട് ശരിക്കും നോക്കി വെക്കുക. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം നമ്മളുടെ തമ്പ് എന്താണ്? തമ്പ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ്. മിഡിൽ ഫിംഗർ എന്താ? മദർ, മാഗ്നറ്റിക് ഫീൽഡാണ്. സൺ, അതായത് നമ്മളുടെ ഫോർ ഫിംഗർ എന്താ? മാഗ്നറ്റിക് ഫീൽഡാണ്. അതാണ് മാഗ്നറ്റിക് ഫീൽഡ്, മദർ. പിന്നെ മൂന്നാമത്തെ ഫിംഗർ, മിഡിൽ ഫിംഗർ എന്താ കാണിക്കുന്നത്? ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പം നമ്മളിത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫോഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും എന്നുള്ളത് നോക്കാം. അപ്പം ഈ ഫോഴ്സ് വരുമ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും എന്ത് വരുന്നത്? ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം ഈ വീല് ഇങ്ങോട്ടേക്ക് തിരിയും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിരിക്കും ഈ വീല് ചെയ്യുന്നത്. അപ്പം ഇറ്റ് വിൽ റൊട്ടേറ്റ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എന്തുകൊണ്ടാണ്? വീണ്ടും നമ്മൾ പറഞ്ഞു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം ഫോർ ഫിംഗർ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ, തമ്പ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പം വീല് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇത് പ്രകാരം, ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം അവിടെ ഡയറക്ഷൻ ഓഫ് മോഷൻ അപ്വേർഡ് ആയിരിക്കും. അപ്വേർഡ് ആയതുകൊണ്ട് ഈ ഫീൽഡ് എങ്ങനെ തിരിയും? ഈ വീല് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയും. ഓക്കെ, അപ്പം ഇതോടെ നമ്മളുടെ ആ ചാപ്റ്റർ അവസാനിക്കുകയാണ്.
അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും പുതിയ ചാപ്റ്ററായിട്ട് വരാം. താങ്ക് യു ഓൾ ഓഫ് യു.